പ്രൈസ് ദ ലോർഡ്. ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ള, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയാണ് മരണം. എന്നാൽ നമ്മൾ ദൈവമക്കൾ ഒരിക്കലും മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രത്യാശയോടെ ജീവിക്കേണ്ടവരാണ്. നമുക്ക് മരണത്തിനപ്പുറമായൊരു ജീവിതം ഉണ്ട് എന്നുള്ളതാണ് ഒരു ഭക്തൻ്റെ ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ഇപ്രകാരം പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം എത്രയെന്ന് തിരുവനന്തപുരത്തിൽ പറയുമ്പോൾ അപ്പോൾ തന്നെ പുനരുത്ഥാന ശക്തിയോടെ നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്ന ദൈവം മരണത്തെയും പാതാളത്തെയും ജയിച്ച ദൈവമാണ്. ലോക അവസാനത്തോളം നമ്മളോട് എന്നുമുണ്ട്. മരണത്തിലും നമ്മളെ കൈവിടത്തിൽ നിത്യമായ രാജ്യത്ത് നമ്മളെ എത്തിച്ച് നിത്യയുഗായുഗം കർത്താവിനോട് വാഴും എന്നുള്ളതാണ് ഒരു ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യാശ. തിരുവനന്തപുരം ഇപ്രകാരം പറയുന്നു, ഭക്തന്റെ മരണം കർത്താവിന് വിലപ്പെട്ടതായിരുന്നു. ഈ ലോകത്തിലെ ജീവിതം നമുക്ക് ക്ഷണികമാണ്, പൂ പോലെ അത് വാടിപ്പോകും. എന്നാൽ നമുക്ക് നിമിഷ നേരത്തേക്കുള്ള ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുകയും കഴുതുകയും നമുക്ക് അഹങ്കാരങ്ങളൊന്നുമില്ലാതെ ദൈവത്തിന്റെ സന്നിധി താഴ്മയോടെ സ്നേഹത്തോടെ മറ്റുള്ളവർ നമ്മുടെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കിക്കൊണ്ട് ഈ ലോക ജീവിതത്തിൽ നല്ലൊരു ക്രിസ്തീയ ജീവൻ നയിക്കുവാൻ നമുക്ക് എല്ലാവർക്കും കർത്താവ് സഹായിക്കട്ടെ. ക്ഷണികമായ ഈ ജീവിതത്തിൽ നമുക്ക് പോഴുവാനായിട്ടോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. കർത്താവിൻ്റെ ക്രൂശ് മാത്രമേ ഉള്ളൂ. കർത്താവ് നമ്മളെ യോഗ്യതയില്ലാത്ത സ്ഥാനം നമ്മളെ തിരഞ്ഞെടുത്തു എന്നുള്ളത് മാത്രമേ നമുക്ക് പറയുവാനുള്ളൂ. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ആഴമായി ആ സ്നേഹം വർദ്ധിച്ചു വന്നുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കുകയും കരുതുകയും ഈ ലോക ജീവിതം ക്ഷണികമാണെന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ മാത്രം നോക്കാതെ മറ്റുള്ളവരെയും കൂടെ കരുതുകയും സ്നേഹിക്കുകയും അവരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ആനയിക്കുന്നതിന് നമ്മൾ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യണം. അതാണ് ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്. ഇപ്രകാരം ഒരു കവിതയിൽ ഇപ്രകാരം പറയുന്നു, ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികമെന്ന് പറയുന്നു. നമുക്ക് ആ ഒരു കവിത ശ്രദ്ധിക്കാം. ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികം. വെയിലേറ്റുപാടും ഭംഗിയേറും പൂവു പോലെ നിശ്ചയമുണ്ടോ നാളെ നിദ്ര കഴിഞ്ഞ് ഉണരുമെന്ന്. ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികം. നൈമിഷികമീ ജീവിതത്തിൽ പുകഴുവാനായൊന്നുമില്ല. ഉറച്ചു നിന്നാൽ വെറും ശ്വാസം, ഒരു നിഴലായി കൂടെയുള്ള മരണം. ക്ഷണിക്കപ്പെടാതെ വരും നേരം, നാളേക്കായി കരുതി വെച്ചതൊന്നും മതിവരില്ല. പ്രാണൻ നിന്നിൽ നിലനിർത്തുവാൻ. ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികം. ആരെല്ലാം ഉള്ളവരായാലും ഉയിർ പോലും നൽകി കൂടെ കാണുമെന്നോതിയവരും കടന്നുവരും കുഴിമാടം വരെ. ചേതനയറ്റ നിന്നെ കാൺമാൻ അഹന്ത തെല്ലും അരുതേ മനുജ. ആയുസിൻ ദൈർഘ്യം ഏറെയില്ല. ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികം. ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികം. ഒരു വേളയെങ്കിലും മറക്കരുതേ, അല്പമീയായുസിൽ മറ്റുള്ളവർക്കായി നന്മയുള്ള ക്രിയകൾ ചെയ്തിടുവാൻ. ഓർക്കുക മനുജ ഓർക്കുക, നിന്നായുസ് എത്ര ക്ഷണികം. വെയിലേറ്റുവാടും ഭംഗിയേറും പൂവു
ഉണരുമെന്ന് ഓർക്കുക മനുജ, ഓർക്കുക നിന്നായുസെത്ര ക്ഷണികം. ഓർക്കുക മനുജ, ഓർക്കുക നിന്നായുസെത്ര ക്ഷണികം. അതേ പ്രിയമുള്ളവരെ, ക്ഷണികമായ ഈ ആയുസ്സിൽ ദൈവം നമുക്ക് തരുന്ന സമയങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ കരുതുകയും സ്നേഹിക്കുകയും മറ്റുള്ളവർ നന്മ കൂടെ ആഗ്രഹിക്കുകയും അതോടൊപ്പം തന്നെ നമുക്ക് നമ്മളെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ക്രമീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.